നമസ്കാരം. ആയുധ കച്ചവട കൊതിമൂത്ത് ഇന്ത്യയെ ഒന്ന് ചൊറിയാനിറങ്ങിയ തുർക്കിയുടെ അവസ്ഥ ഓപ്പറേഷൻ സിന്ദൂറിലെ പാകിസ്ഥാൻ്റെ പരാജയത്തിന് ശേഷം വളരെ ദയനീയമാണ്. തുർക്കിയുടെ ആളക്കൊല്ലി ഡ്രോണുകൾ പാകിസ്ഥാൻ വാങ്ങി ഇന്ത്യയിലേക്ക് വിട്ടെങ്കിലും നമ്മുടെ ആകാശ് മിസൈലുകൾ അവയെ തവിടുപൊടിയായി കഴിഞ്ഞു. ഇതോടെ അടികിട്ടിയത് പാകിസ്ഥാനും അപ്പുറം തുർക്കിക്കാണ്. തുർക്കിയുടെ ഡ്രോണുകളെ ഇന്ത്യൻ മിസൈലുകൾ തകർത്തതോടെ ലോക ആയുധ മാർക്കറ്റിൽ തുർക്കിയുടെ ഡ്രോണുകൾക്ക് മാത്രമല്ല എല്ലാ ആയുധങ്ങളുടെയും വില കുത്തനെ ഇടിഞ്ഞു. അതുമാത്രമല്ല, ഇന്ത്യ ഈയൊരു പ്രവൃത്തിയെ തുടർന്ന് തുർക്കിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ നീക്കങ്ങൾ സജീവമാക്കി. എയർ ഇന്ത്യ തങ്ങളുടെ വിമാനങ്ങൾ ഇനി തുർക്കിയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് അയക്കേണ്ട എന്ന് തീരുമാനമെടുത്തു. തുർക്കി എയർലൈൻസിൻ്റെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങളിൽ സിവിൽ ഏവിയേഷൻ അധികൃതർ റെയ്ഡുകൾ നടത്തി ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി. അതിൻ്റെ നടപടി പിന്നാലെയുണ്ട്. തുർക്കിയിലെ ടെക് സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ ഇന്ത്യൻ കമ്പനികളും ഏജൻസികളും ഓർഡർ ചെയ്തിരുന്ന റോബോട്ടുകളടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും വാങ്ങേണ്ടെന്ന് തീരുമാനമെടുത്തു. അടുത്തത് ഇന്ത്യ തുർക്കി വ്യാപാരം. തുർക്കി ഇന്ത്യയിലേക്ക് അയക്കുന്ന പെട്രോളിയം, സ്വർണം, പഴവർഗ്ഗങ്ങൾ വരെ അടക്കം ഒന്നും വേണ്ടെന്ന് വയ്ക്കുന്നതിനേക്കാൾ തുർക്കിക്ക് കനത്ത അടി കിട്ടുക ഇന്ത്യ തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ അവയുടെ കയറ്റുമതി നിർത്തിവെച്ചാലാണ്. കാരണം തുർക്കി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ 5-6 ഇരട്ടി കൂടുതലാണ് ഇന്ത്യ തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണവും മൂല്യവും. ഇത് മനസ്സിലാക്കിയ തുർക്കി ഭരണകൂടം നരേന്ദ്രമോദിയുടെ കാലിൽ വീണ് നിരുപാധികം മാപ്പ് അപേക്ഷിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ മറുപടി: പാകിസ്ഥാന് പിന്തുണ നൽകിയതിൻ്റെ പേരിൽ തുർക്കിയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കുന്നത് നയതന്ത്രതലത്തിൽ ശക്തമായ ഒരു സന്ദേശം നൽകും എന്ന് തന്നെയായിരുന്നു. എങ്കിലും അത് ഇന്ത്യൻ വ്യാപാര സമൂഹത്തിന് പൊടുന്നതിനൊരു തിരിച്ചടിയാകുമെന്നത് കണക്കിലെടുത്താണ് പാകിസ്ഥാനെ സഹായിച്ചെന്ന പേരിൽ തുർക്കിയുമായുള്ള വ്യാപാര ബന്ധം തൽക്കാലം വിച്ഛേദിക്കേണ്ട എന്ന നിലപാടിൽ ഇന്ത്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിലെ കാര്യങ്ങളിലെല്ലാം തീരുമാനമായി. തുർക്കിയുമായുള്ള വ്യാപാര ബന്ധം തൽക്കാലത്തേക്ക് ഇന്ത്യൻ സർക്കാർ ഉപേക്ഷിക്കില്ല. പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി വളരെ തുറന്ന പിന്തുണയാണ് പാകിസ്ഥാൻ നൽകിയത്. ഇതോടെയാണ് ഇന്ത്യ തുർക്കി ബന്ധം വളരെ മോശമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. പക്ഷേ ദേശീയ സുരക്ഷയുടെ പേരിൽ തുർക്കി കമ്പനികൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ അത് ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിന് ഒരു മങ്ങലും ഏൽപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധം തുടരാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതിയേക്കാൾ കൂടുതലാണ് ആ രാജ്യത്തേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി. $2.73 ബില്യൺ വ്യാപാര മിച്ചമാണ് നിലവിൽ ഇന്ത്യക്ക് തുർക്കിയുമായുള്ളത്. ഏകദേശം 23,000 കോടി രൂപയോളം വരും. ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്തുന്നത് ഇന്ത്യയിലെ വ്യാപാരികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകും എന്ന് കണ്ടിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ തുർക്കിയുമായുള്ള വ്യാപാര ബന്ധം തുടരാൻ തീരുമാനമെടുത്തത്. പഴവർഗ്ഗങ്ങൾ, നട്ട്സ്, മാർബിൾ പോലുള്ള ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കയറ്റുമതി ഇരട്ടിയാകുകയും ചെയ്തു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ ഇന്ത്യയും തുർക്കിയും തമ്മിൽ പെട്രോളിയം വ്യാപാരവും ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം 48,900 കോടി രൂപ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിലേക്ക് ഇന്ത്യ കയറ്റിവിട്ടത്. ഇതിൽ 50% ഏതാണ്ട് $3 ബില്യൺ അത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളായിരുന്നു. രാജ്യത്തെ SME വ്യവസായങ്ങൾ നിർമ്മിച്ചതാണ് ഇതിൽ 40% ഉൽപ്പന്നങ്ങളും. അങ്ങനെ ഇന്ത്യ കയറ്റുമതി തടയുകയാണെങ്കിൽ രാജ്യത്തെ MSME ഉൽപ്പാദന മേഖല തകരും. കഴിഞ്ഞ സാമ്പത്തിക വർഷം $2.99 ബില്യൺ ഏതാണ്ട് 25,000 കോടി രൂപ വരും. അത്രയും ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത്. $107 മില്യൺ പഴവർഗ്ഗങ്ങൾ, $270 മില്യൺ സ്വർണം, ഇതൊക്കെ തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തി. എന്തായാലും തുർക്കി താണു വീണ് നിരുപാധികം മാപ്പ് അപേക്ഷിച്ചത് കൊണ്ട് ഇന്ത്യ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ തൽക്കാലം ഒരു പുരോഗതിയോ ഒരു കനിവോ ഉണ്ടാകില്ല എങ്കിലും ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധം, ഉഭയകക്ഷി വ്യാപാര ബന്ധം തൽക്കാലം അത് അവസാനിപ്പിക്കേണ്ട എന്ന തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത്.